ഒന്നാമത്തെ കാര്യം ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യം ഞാനത് കഴിഞ്ഞിട്ട് പറയാം. ഈ ADGP ഇങ്ങനെ സന്ദർശനം നടത്തി എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിന് സ്ഥിരീകരണം കൊടുത്തു എന്നുള്ളത് നിങ്ങളുടെ വാർത്തയാണ്. അതിൻ്റെ വസ്തുത എന്താണെന്ന് എനിക്കറിയില്ല. വാർത്തയും വസ്തുതയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ വിശദീകരണം കൊടുത്തു എന്ന് ADGP ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല, പരസ്യമായി പറഞ്ഞിട്ടില്ല. ആ വാർത്തയാണ് ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ വാർത്ത അനുസരിച്ചാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്, വാർത്തയുടെ അടിസ്ഥാനത്തിൽ. ഇനി വസ്തുതകൾ പുറത്തു വരുമ്പോൾ അത് വിശദമായിട്ട് അതിൻ്റെ മറുപടി പറയുന്നതാണ് ഉചിതം. അല്ലാതെ കേവലം നമ്മൾ വാർത്ത കേട്ട ഉടനെ തന്നെ ചാടിക്കേറി അതിൽ അഭിപ്രായം പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ശരിയായിരിക്കില്ല. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വാർത്തയോടുള്ള പ്രതികരണമാണ്. ഇനി വസ്തുതകളോടുള്ള പ്രതികരണം വസ്തുതകൾ വരുമ്പോൾ പറയും. പിന്നെ ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഈ മീഡിയകൾ പറഞ്ഞു വരുന്നത് എന്താ? ഇപ്പോൾ ഇദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയത് നിങ്ങൾ പറയുന്നതനുസരിച്ച് പൂരത്തിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ അപ്പോൾ അതിലെ ഒരു കക്ഷി RSS ആണെന്ന് നിങ്ങളിപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ ഒരു കക്ഷി BJP ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ RSS ആണെന്നുള്ളതാണ് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ RSS നേതാക്കന്മാരെ കണ്ടതാണല്ലോ നിങ്ങൾ പറയാറ്. ഈ പൂരം കലക്കാൻ RSS നേതാക്കന്മാരെ പോയി കാണാമെന്ന് പറഞ്ഞാൽ RSS നേതാക്കന്മാർ പൂരം കലക്കുന്നത് മുൻകൂട്ടി അറിഞ്ഞെങ്കിൽ അവർ തടയണ്ടേ? പൂരത്തോട് സ്നേഹമുള്ളവരാണെങ്കിൽ പൂരം കലക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൂരം കലക്കിയാൽ ജയിക്കുമെന്നുള്ള താല്പര്യം ആരുടെ താല്പര്യമാണ്? അത് RSSന്റെ താല്പര്യമാണ്. അപ്പോൾ ഇവിടുത്തെ തൃശ്ശൂർക്കാരായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തോറ്റോ ജയിച്ചോ എന്നുള്ളതല്ല പ്രശ്നം. പൂരം ആര് കലക്കിയെന്ന് അറിയലാണ് പ്രശ്നം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പുറത്തു വരാനാണ് റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ഞാൻ പറയാൻ കാരണം. ഇപ്പം നിങ്ങളൊക്കെ പറയുന്ന അനുസരിച്ച് നിങ്ങളെല്ലാം പറയുന്നത് എന്താണ്? RSSുമായിട്ട് കൂടാലോചന നടത്തി. RSS കൂടാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ RSS ഒരു ഭാഗത്ത് കൂടാലോചനയ്ക്ക് പങ്കാളിയായി നിങ്ങൾ കൺഫേം ചെയ്തിരിക്കല്ലേ? അല്ല, മറുഭാഗം അന്വേഷിക്കട്ടെ. നിങ്ങൾ പറയുന്നല്ലേ ഇത്? അല്ല, മറ്റേ നിങ്ങൾ പോലീസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ പോലീസിനെ പറ്റി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ സംശയമില്ലാത്ത കാര്യമല്ലേ? പിന്നെ നിങ്ങൾ രാഷ്ട്രീയമായ പല കാര്യങ്ങളും പറയാനും ഞാൻ മറുപടി അറിയിപ്പോൾ ഉദ്ദേശിക്കാൻ കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഇപ്പോൾ ഈ വാർത്തയുടെ മാത്രം പശ്ചാത്തലത്തിൽ ഇത് ഗൗരവതരമായ കാര്യമാണെന്നുള്ള പ്രതികരണം മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. മറ്റു രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും എനിക്കിപ്പോൾ നടത്താൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, നിങ്ങളിപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നു എന്ന് നിങ്ങൾ പറയുന്നതാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടൊന്നും എനിക്കറിയോ? ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്താലല്ലേ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. സ്ഥിരീകരിക്കാവുന്ന വസ്തുതകളൊന്നും എൻ്റെ മുമ്പിലില്ല. ഞാനിപ്പോഴും ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിലും വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരാളാണ്, രാഷ്ട്രീയമായിട്ടും അതിൻ്റെ മറ്റെല്ലാ അർത്ഥത്തിലും വ്യക്തിപരമായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. പൂരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഇതൊരു ജനങ്ങളും നിങ്ങൾ മീഡിയകൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഉദ്യമം ആ വിവരം ജനങ്ങൾ അറിയട്ടെ എന്നുള്ളതാണ്. ഇതിപ്പോൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ആരാണെങ്കിലും ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ വിവരം പുറത്തുവിടണമെന്നും അതെന്താണ് ജനങ്ങൾ അറിയണമെന്ന് ഞാൻ പറയാൻ കാരണം അത് ഗൗരവതരമായ റിപ്പോർട്ടായിരിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ.